തന്നെയല്ലേ? ഞാൻ എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇൻസ്റ്റന്റ് പാലപ്പം. പാലപ്പം റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരും കാണാൻ മറക്കരുത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. പാലപ്പം ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എങ്കിലും പാലപ്പം ഒക്കെ ഉണ്ടാക്കാൻ ഇന്നും അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ട്. അതുപോലെ ഇൻസ്റ്റന്റ് പാലപ്പം ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത പലരും ഉണ്ടായിരിക്കാം. നമ്മളുടെ അടുത്ത് സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫീസ് ഗോവേഴ്സ് ആണ്. അപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഏത് സമയത്തും ഉണ്ടാക്കി എടുക്കാവുന്ന ഒന്നാണ് ഇൻസ്റ്റന്റ് പാലപ്പം. ഇൻസ്റ്റന്റ് പാലപ്പം അതേ ടേസ്റ്റിലും രുചിയോടെ വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ കമന്റ്സ് ബോക്സിൽ തരാവുന്നതാണ്. Hey friends, today I'm going to make Kerala's one of the most favorite breakfast dinner recipe, Palappam. Today I'm going to make instant Palappam. Let's try how to make. Thank you so much for watching. Keep watching, keep sharing, keep subscribing. Hey friends, if you haven't subscribed yet, please don't forget to subscribe and support. Thank you. ഇൻസ്റ്റന്റ് പാലപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ ഈസ്റ്റ്, ഞാൻ ഈ എടുത്തിരിക്കുന്നത് നമ്മളുടെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് നമുക്കൊന്ന് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൂടെ ഇട്ട് അരയ്ക്കുന്നതിലും ബെറ്റർ ആയിരിക്കും. ആ മാവ് നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളം വാം വാട്ടറിൽ ഒരു 2 സ്പൂൺ 3 സ്പൂൺ മിക്സ് ചെയ്ത് അതിനകത്തൊന്ന് ആക്റ്റീവ് ആകാൻ വെക്കുക. ഒരു 10 മിനിറ്റ് നേരം വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അടപ്പ്. ഇത് പെട്ടെന്നായി കിട്ടും ഒരു 10 മിനിറ്റ് കൊണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് അരിപ്പൊടിക്ക് ഒരു 1/2 ടീസ്പൂണോളം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ ബാറ്റർ അരച്ചു വെക്കണം. അതിനായിട്ട് ഞാൻ ഇതിന് ചായ കുടിക്കുന്ന കപ്പിൽ 1 കപ്പ് നമ്മളുടെ അപ്പം ഇടിയപ്പത്തിൻ്റെ നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടാക്കിയ വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത് തണുത്തിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ പൊടിക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തിട്ട് യൂസ് ചെയ്യുമായിരിക്കും നല്ലത്. ഇതിലോട്ട് നമുക്ക് വെള്ളച്ചോറ് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോറ് അതിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വൈറ്റ് ചോറ് ഇരിപ്പില്ല. അവൽ കുതിർത്തെടുത്തു. ഒന്ന് കട്ടി കുറഞ്ഞ അവൽ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തു. ഇത് നല്ലതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടെടുക്കുക. ഇതിൽ ഒരുപാട് അഴുക്ക് കാണും അവലിൽ. അപ്പം ഇത് ഒരു 1/2 കപ്പ് അവലാണ് എടുക്കേണ്ടത്. ഞാനത് ഒന്ന് ഇതിൻ്റെ വെള്ളം സ്ക്വീസ് ചെയ്തിട്ട് ആ കപ്പിലോട്ട് തന്നെ അളന്നെടുക്കുകയാണ്. നമുക്ക് ഒരുപാട് അവൽ വേണ്ട. ഇതിൽ വെള്ളം ഉണ്ടായിരിക്കരുത് അവലിൽ. അപ്പം ചോറെടുക്കുകയാണെങ്കിലും എത്ര അരിപ്പൊടി എടുക്കുന്നോ അതിൻ്റെ പകുതി ചോറെടുത്താൽ മതി. 1/2 കപ്പ് അവൽ ഞാനതൊന്ന് വെള്ളം സ്ക്വീസ് ചെയ്തെടുത്തു. ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇടാതെയും പലരും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പം തേങ്ങ ഇടണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ തേങ്ങ ഇടാതെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം പലരും തേങ്ങ ഇടാതെയും ഇത് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർ, ഷുഗർ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു 1 സ്പൂൺ ആഡ് ചെയ്താൽ മതി. നമ്മളുടെ ഈസ്റ്റ് ഇവിടെ നല്ലതുപോലെ ഇപ്പം ആക്റ്റീവായിട്ടുണ്ട്. അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1 സ്പൂൺ റവ കൂടി ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് കൂടി പോകരുത്. ആവശ്യമുള്ളത് നമ്മൾ പിന്നെ ചേർത്താൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. തണുത്ത വെള്ളം യൂസ് ചെയ്യരുത്. നോർമൽ വെള്ളം, നമ്മൾ ടാപ്പിലെ വെള്ളം യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇത് പെട്ടെന്നൊന്ന് നമുക്ക് അപ്പം ആക്കി എടുക്കേണ്ടിയിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം. ഇത് ഒന്ന് തൊട്ട് നോക്കുക. ചൂടുപോലെ തോന്നുകയേ ചെയ്യാവൂ. വാം വാട്ടറും ചേർക്കരുത്, തിളപ്പിച്ച വെള്ളവും ചേർക്കരുത്. ആ തിളപ്പിച്ച് ആറ്റിയ വെള്ളം. ഇതൊരു ചെറിയ ചൂട് ഇതിന് നമുക്ക് ഫീൽ ചെയ്യണം. ഒരു കുഞ്ഞു ചൂട്, ലൈക്ക് ഇതിപ്പോൾ ചൂടാരുന്നു എന്നുള്ള ആ ഒരു ഫീൽ ചെയ്യണം. അത്രയും ചൂട് മതി. അതൊഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് കൈയും കൊണ്ട് തന്നെ ഇതൊന്ന്, അരിപ്പൊടിയല്ലേ, എല്ലാം കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈയും കൊണ്ട് അരയ്ക്കുന്നതിന് മുന്നേ. അതൊരു നല്ല ഇതായിരിക്കും. ഇത് ഒരല്പം കൂടെ വെള്ളം നമുക്കൊന്ന് അരച്ചു കൊടുക്കും. ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൺസിസ്റ്റൻസി കാണിക്കാം.
ഞാൻ ഈ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട്, അത് അരിപ്പൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണല്ലോ, തേങ്ങ എന്നാലും നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തു. ഇത് ഒരു കാസറോളിലോട്ടാണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കാട്ടെ, ഈ ഒരു കൺസിസ്റ്റൻസി അല്പം കട്ടിക്കാണ് ഇരിക്കുന്നത് സാധാരണ അപ്പത്തിന് നമ്മൾ അരയ്ക്കുന്നതിലും. അപ്പം ഒരുപാട് അങ്ങ് ലൂസാക്കരുത് ഈ അപ്പം, കാരണം ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്, നല്ല ഒരുവിധം തിക്കായിട്ട്. ഇനി ഇതിൽ ഞാൻ വെള്ളം ചേർക്കണില്ല കേട്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ മാവിന് ചെറു ചൂടുണ്ട്. കാസറോളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കാസറോൾ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാമെങ്കിൽ ആ കാസറോളിൽ അതിൻ്റെ ചൂട് തങ്ങി നിൽക്കും. എന്നിട്ട് ഈ മാവ് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. ഒരു 1.5 hour കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാം. കാസറോളിൽ വെക്കാൻ കാര്യം പെട്ടെന്ന് ഫെർമെൻ്റ് ആകാൻ ഒന്നുകൂടി ഉപകാരപ്രദമാകും. അപ്പോൾ ഒരു 1.5 hour കഴിഞ്ഞ് നമ്മളുടെ അപ്പത്തിൻ്റെ മാവ് ഇതേ നല്ല പുളിച്ചിട്ടുണ്ട്, ലൈക്ക് പൊങ്ങി വന്നിട്ടുണ്ട്, ഫ്രോത്തി ആയിട്ടുണ്ട്. അല്ല, അപ്പം ഉണ്ടാക്കാൻ പരുവത്തിൽ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ഇരിക്കുന്നത്, കാണാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി അപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻഡാലിയതിൻ്റെ ചീനിച്ചട്ടിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പച്ചട്ടി യൂസ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. സാധാരണ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരല്പം ഓയിലൊന്ന് തൂക്കി കൊടുക്കുക. ചീനിച്ചട്ടി ഓവറായിട്ട് ചൂടായിരിക്കരുത്. ജസ്റ്റ് ഒരു 1 സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കും. കംപ്ലീറ്റ് വേണ്ട, ഒത്തിരി വലിയ അപ്പമല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം സൈസ് അപ്പമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് തുണി എങ്ങാനും ചേർത്ത് പിടിച്ചിട്ടൊന്ന് പതുക്കെ കറക്കി കൊടുക്കണം. ചുറ്റിച്ചു കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ചുറ്റിക്കുന്നത് പോലെ ഒത്തിരി സ്പീഡിൽ അങ്ങ് ചുറ്റിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് എന്താ പറഞ്ഞത് പതുക്കെ ചുറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡിലൊക്കെ ഹോളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴേ. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പം എടുക്കാം. അപ്പം നമുക്ക് നമ്മളുടെ അപ്പം ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് പതുക്കെ എടുക്കാവുന്നേ ഉള്ളൂ. നല്ല സൂപ്പർ സോഫ്റ്റ് അപ്പം ആണെന്നുള്ളതാണ് കയ്യിലുള്ളൊരിത്. ഇത് ചീനിച്ചട്ടി ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഒന്ന് പതുക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇളകി പോരും കേട്ടോ. കണ്ട എന്നാ സൂപ്പർ സ്പോഞ്ചി സോഫ്റ്റ് അപ്പം, കണ്ട നല്ല സോഫ്റ്റായിട്ട് സൈഡൊക്കെ നല്ല വല പോലെ ഇരിക്കണം. കൈ ചൂടാണ്, എൻ്റെ കൈ ചൂടായി. അപ്പം പ്ലേറ്റിലോട്ട് വെച്ച് കാണിക്കാം. ഇതേ സൂപ്പർ സോഫ്റ്റ് അപ്പം. ഇത് നമുക്ക് സൈഡൊക്കെ ഇരിക്കണത് ഇതെന്നാ നല്ല സോഫ്റ്റ് കുട്ടപ്പനപ്പമാണെന്നേ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്രയും നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇനി ബാക്കി അപ്പം കൂടെ അതുപോലെ ചുട്ടെടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്നില്ല, നമ്മളൊന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുത്തു. ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈസ്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈസ്റ്റ് കഴിക്കുമ്പം വയറ്റിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ട് ചിലർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈസ്റ്റിന് പകരം ഈനോ ആഡ് ചെയ്യുക. ഈനോ ആഡ് ചെയ്തൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാം. അത് 1.5 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഈനോ ആഡ് ചെയ്തൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പം നല്ലതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈനോ പെട്ടെന്ന് ആക്റ്റീവ് ആവും. ഒരു സ്പൂൺ ഈനോ കാണും ആ ഒരു പാക്കറ്റിൽ, അത് ആഡ് ചെയ്താൽ മതി. നമ്മളുടെ അടുത്തപ്പം റെഡി ആയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ്. നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ആദ്യത്തെ 1-2 അപ്പം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലത്തെ ചീനിച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 അപ്പം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഒരു 2 അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലതുപോലെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, വാ നല്ല പൂ പോലത്തെ അപ്പം. സൈഡൊക്കെ നോക്കിക്കാൻ നല്ല മുരിച്ച് വേണേലും എടുക്കാം, അല്ലാതെ വേണേലും എടുക്കാം. നല്ല എന്താ പറയുന്നത്, നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി. അപ്പം നമ്മുടെ അപ്പം റെഡി. 1.5 മണിക്കൂർ കൊണ്ട് പൂ പോലുള്ള പാലപ്പം റെഡി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പെട്ടെന്നൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷനാണിത് കേട്ടോ. ഇൻസ്റ്റൻറ്റ് പാലപ്പം നോക്കിക്കേ, എന്നാ പൂ പോലത്തെ അപ്പമാണെന്ന്. ആ സൈഡെല്ലാം നല്ല സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി അപ്പം 1.5 മണിക്കൂറും കൊണ്ട് ഉണ്ടാക്കിയെടുത്തു.
ഒരുപാട് സമയമൊന്നുമില്ല, നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി, രാവിലെ ഓഫീസ് ഗോവേഴ്സിന് പെട്ടെന്നാണ്, എന്നും ഉപ്പുമാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 1.5 hour മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയർ ചെയ്ത് നമ്മളിത് കലക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ എന്ത് കറിയാണോ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കറികൾ ഉണ്ടാക്കുക. ആ കറി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അപ്പവും റെഡിയാക്കി എടുക്കാം. ഈസ്റ്റ് സ്യൂട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റിന് പകരം ഈനോ യൂസ് ചെയ്യുക. 1 പാക്കറ്റ് ഈനോ, ഈ 1 പാക്കറ്റ് ഈനോ യൂസ് ചെയ്യുക. ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി, ഇത് ഫുൾ ഇടേണ്ട കാര്യമില്ല. ഇത് 1 സ്പൂൺ കംപ്ലീറ്റ് ഉണ്ട് ഈ ഈനോ 1 പാക്കറ്റ്. പെട്ടെന്ന് ഫെർമെൻ്റ് ആക്കി തരും. നമ്മൾ ദോശയാണേലും അപ്പമാണേലും ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണേ. ഈനോ ഇടുവാണെങ്കിൽ 1.5 മണിക്കൂർ വെക്കണ്ട. ഈനോ ഇട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. കാരണം ഈനോ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് 5 മിനിറ്റും കൊണ്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങും, പെട്ടെന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ ഈനോ ഇടുവാണെങ്കിൽ നമുക്ക് 10 മിനിറ്റും കൊണ്ട് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ അടിപൊളി ഇൻസ്റ്റൻറ്റ് പാലപ്പം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള അവസരങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെ മുട്ട റോസ്റ്റാണ് സെർവ് ചെയ്യുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് കടലക്കറിയോ ചിക്കൻ കറിയോ ചിക്കൻ റോസ്റ്റോ എന്ത് കിഴങ്ങ് കറിയോ എന്ത് വേണേലും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാൻ മുട്ട റോസ്റ്റ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുട്ട റോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, മറക്കാതെ ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മളുടെ പൂ പോലുള്ള അപ്പം നമുക്ക് ഞാൻ കാണിച്ചാലോ. ദേ എന്നാ സോഫ്റ്റ് ആണെന്നറിയോ. ഇവിടെ ഒത്തിരി കട്ടിക്ക് ഇരുന്ന് കഴിഞ്ഞാലും നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒത്തിരി കട്ടിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ കട്ടിക്കാക്കാം. ഇവിടെ ഞാൻ ഒത്തിരി നടുക്ക് ഒരുപാട് അങ്ങനെ കട്ടിക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നല്ല കട്ടിക്കാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് പാലപ്പം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുട്ട റോസ്റ്റിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചാലോ രാവിലെ. അടിപൊളി. Thank you so much for watching. Keep sharing. Hope everyone likes today's very easy instant Palappam. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ till then take care, bye. Eat healthy, stay healthy. Thank you.